ബാങ്കിങ്ങിൽ പോകാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൂടുകയും കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛൻ പറയും. എല്ലാവർക്കും നമസ്കാരം. അത് പറഞ്ഞ 2019 ഡിസംബറിൽ ഞാനിവിടെ പഠിക്കാനുള്ളതാണ്. അന്ന് മുതൽ ഇപ്പോൾ ഈ കൂടെ ഇങ്ങനെ അവിടെ ഹെൽപ്പ് ചെയ്ത് കൂടെ ഉണ്ടാവും. ഞാനും എൻ്റെ മോളും ഉണ്ടായിരുന്ന വേമനാട് നീന്തി കിടക്കാനായിട്ട്. അപ്പോൾ പലരും വേമനാട് കായൽ നീന്തി തന്നെ അനുഭവങ്ങൾ പറഞ്ഞു. ഞാനിവിടുത്തെ ട്രയലിൻ്റെ കാര്യം പറയാം. എല്ലാ ദിവസവും ട്രയൽ കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ ഭക്ഷണം കിട്ടും. അതൊക്കെ ഇനി ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു വിഷമമാണ്. ഒരു കമ്പനിയിലെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇത് നീന്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനൊക്കെ കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് കാണിച്ചു കൊടുത്തു. വളരെ ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന കോലഞ്ചേരിയിലാണ്. അവിടെ വരാൻ പഠിക്കാൻ ബുദ്ധിമുട്ട് പലരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, വരുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ ആരും ക്രോസ് ചെയ്തിട്ട് വിട്ടു പോകരുത്. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സാഹസിക നീന്തലുകൾ ഇതെല്ലാം പങ്കെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം, കൂടുതൽ ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ 23 ക്രിസ്മസിൽ മെഴുതിരി കത്തിപ്പിടിച്ചൊക്കെ നീന്തിയായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ട്രെയിനിങ് തന്നു. ഇപ്പോൾ സുരക്ഷാ നിങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരിക, ഇവിടെ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നന്ദി. അച്ഛനക്ക് മനസ്സിലാവുന്ന എനിക്ക് ചോദിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ പറ്റി പൊക്കി പറഞ്ഞത് പിന്നെ അത് ഓടും ചാടും. അപ്പൊ സാറേ പ്രശ്നം അറിയാം, എനിക്ക് തലയിൽ കിട്ടിയില്ല. പുതിയ ആളുകൾ ആരെങ്കിലും പഠിക്കാനുള്ളവർ ഇങ്ങോട്ട് വരാമോ? ഉത്സവ സ്ഥലത്ത് പോലീസുകാർക്ക് ശമ്പളം കിട്ടുമ്പോൾ ഉത്സവം കൂടാം, ഹാപ്പി ആവുകയും ചെയ്യാം. ഇതിപ്പോ എന്റെ പേര് അശോക്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നീന്തല് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾക്ക് പഠിക്കാം. നീന്തല് എത്ര പേര് വന്നാലും പഠിക്കാം. ഒരു ദിവസം 1000 പേര് വന്നു കഴിഞ്ഞാൽ 1000 പേർക്ക് പഠിക്കാം. അതിലെ എല്ലാ സുരക്ഷാ ഒരുക്കത്തോടുകൂടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ 70-48 ഏറ്റവും അപ്പുറത്തെ ഫ്രെയിമില്ലേ, അതിനകത്ത് ഒറ്റ താഴേക്ക് തള്ളു, വലത്തെ കൈ അതിൻ്റെ ഇടത്തേക്ക് മുകളിലേക്ക് നോക്കുക, തല പൊക്കാൻ പറ്റും. വലത്തെ കൈ ഇടത്തേക്ക് അടിച്ചു തെറിപ്പിക്കുക.